ഹലോ പീപ്പിൾ, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു വർക്കിന് അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ പഠിച്ചത് ഇലക്ട്രിക്കലാണല്ലോ. അപ്പോൾ നമ്മൾ KCB ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്, അവിടെ വർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നതാണ്. ഫസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് എൻക്വയറി ചെയ്യണം എന്തൊക്കെയാണ് വർക്കുള്ള കോൺട്രാക്റ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നമുക്ക് അന്വേഷിക്കണം. നമ്മൾ കുറച്ച് നാളായിട്ട് വീട്ടിലിരിക്കണമായിരുന്നു. അപ്പോൾ ഞാനിന്ന് വിചാരിച്ച് എന്തായാലും ഡയറക്റ്റ് നേരിട്ട് പോയിട്ട് കണ്ടിട്ടൊന്നും സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ്. അവിടുത്തെ പ്രവൃത്തി കാര്യങ്ങൾ വർക്കിംഗ് ആണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാ ദിവസവും അവിടെ വർക്കിംഗ് ആണ്. പക്ഷെ ഇന്ന് നമുക്ക് കണ്ട അവിടുത്തെ അധികാരികളെ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓൺലൈനിൽ നമ്മൾ കുറച്ച് വർക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനിൽ അന്വേഷിക്കുന്ന വർക്കിനൊന്നും പ്രോപ്പറായിട്ട് റെസ്പോൺസ് കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയേക്കണതാണ്. നമ്മളപ്പോൾ വൈറ്റിലെത്തിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡായിട്ട് നമുക്ക് നമ്മുടെ റെസ്യൂമി പ്രിൻ്റ് ഔട്ട് എടുക്കണം. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് കൊടുക്കണം. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് നമ്മൾ വന്നേക്കനെയാണ്. തുറന്നുണ്ടോയെന്ന് അറിയാൻ പാടില്ല, നോക്കണം. നമുക്കേ കട അടച്ച് ആൾ പോകാൻ പോണേയായിരുന്നു. പക്ഷെ നമ്മൾ വന്ന് ചോദിച്ച കാരണം ചേട്ടൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ മേലോട്ട് പോയിട്ടുണ്ട്. രതീഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനെ. പുള്ളിപ്പോൾ കട അടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. പുള്ളി ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് എത്തി. അപ്പോൾ പുള്ളി എടുത്തു തരാമെന്ന് പറഞ്ഞ് മേളിൽ പോയതിനാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, പുള്ളി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കട അടച്ച് പോകുന്ന സമയത്ത് ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എടുത്ത് തരാനായിട്ട് നിന്ന്? സാധാരണക്കാരുടെ എല്ലാവരും ബുദ്ധിമുട്ട് നമുക്ക് അറിയാം. അതെ, ഞായറാഴ്ച പൊതുവെ ഒരു ഷോപ്പുകളും ഉണ്ടാവില്ല. എല്ലാ സ്ഥലത്തും അടവണം കാര്യങ്ങളൊക്കെ എല്ലാവരും തിരക്കിലായിരിക്കും. അത് കാരണം സഹായിക്കാന്ന് ഒരു എനിക്ക് നാളെ ഇതുപോലെ ആരെങ്കിലും സഹായിക്കും. അതെ അതെ, എന്നുള്ള പ്രതീക്ഷ. നമ്മുടെ കട കറക്റ്റ് എവിടെയാണ് കേട്ടോ ലൊക്കേഷൻ? വൈറ്റിലെ പവർ ഹൗസ് ജംഗ്ഷനിൽ NH ബൈപ്പാസ് നേരെ ഓപ്പോസിറ്റ്. NH ബൈപ്പാസ് സ്റ്റോപ്പിന്റെ പേര് പറഞ്ഞാൽ NH ബൈപ്പാസ് പവർ ഹൗസ്. NH ബൈപ്പാസ് തന്നെ. നമുക്കിവിടെ വേറെ എന്തൊക്കെയാണ് ഷോപ്പിൽ ചെയ്യണം? എനിക്ക് കീ ഡ്യൂപ്ലിക്കേഷൻ്റെ വർക്ക്, സീലിൻ്റെ വർക്കുകളൊക്കെയാണ്. ഫോട്ടോസ്റ്റാറ്റ്, പ്രിൻ്റ് ഔട്ട്, ലാമിനേഷൻ. തൊട്ടപ്പുറത്ത് വേറെ ഷോപ്പ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഓണം കഴിഞ്ഞ അവിടെ. ഓക്കെ, താങ്ക് യു ഉണ്ട് കേട്ടോ. എന്തായാലും ഓക്കെ, അതെ അതെ. ഓക്കെ ഏട്ടാ, താങ്ക് യു. പുള്ളി എന്തായാലും ഒരു നൈസ് മെമ്പറായിരുന്നു. പുള്ളി നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഏറെ വെയിറ്റ് ചെയ്യണതാണ്. മഴ പെയ്തല്ല, അപ്പം മഴയായിട്ട് നമ്മൾ കയറി നിൽക്കണതാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ വൈറ്റിൽ നമുക്ക് രണ്ട് സബ്സ്റ്റേഷനാണുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു ഓഫീസുണ്ട്. നമ്മൾ ഓഫീസിൽ കയറിയിട്ട് ചോദിച്ചായിരുന്നു ബിടെക് ചെയ്തവർക്ക് വർക്കിന് എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ ഓഫീസിൽ നമുക്കറിയാൻ പറ്റില്ല, നേരിട്ട് സബ്സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റേഷനിലേക്ക് പോകണുണ്ട്. മഴയുള്ളത് കൊണ്ടാണ് നമ്മൾ അധികം ഇറങ്ങി നടക്കാത്തത്.
പിന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണല്ലോ. ഓഫീസിൽ നമ്മൾ സാറിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ചിലപ്പോഴാണ് ഇവിടെ ആളുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസം വർക്കിംഗ് ഡേയിൽ ഏതെങ്കിലും വന്നിട്ട് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോഴത്തെ സ്റ്റേഷൻ പുറത്തുനിന്ന് ഗേറ്റൊക്കെ പൂട്ടിയിട്ട് എങ്ങനെയാണ്, നമുക്ക് ആരും ഇല്ലാത്തൊരു പ്രതീതിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ പറ്റുമോ നോക്കാം. കയറി സംസാരിക്കാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കാം എന്തായാലും. അപ്പം അതിനൊരു തീരുമാനമായി. ഇന്ന് വന്ന് നമ്മൾ അപ്പോൾ കൊടുക്കാനായിട്ട് പറ്റിയില്ല. സാറ് ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോഴും വേറെ ആരുമില്ല, സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. സോ നമ്മളെന്തായാലും നാളെ വന്നിട്ട് ഇത് കൊടുക്കാം. നമ്മുടെ വീട് ഇവിടെ അടുത്തായ കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല, പിള്ളേരെ എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ വാക്കിങ് ചെയ്തിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ വർക്ക് ഉണ്ടോ, ഓപ്പണിംഗ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അറിയാൻ പറ്റും. ഓൺലൈനിലാണെങ്കിൽ അറിയാനായിട്ട് കുറച്ച് ഹാർഡാണ്, അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടാനായിട്ട് ടൈം എടുക്കും. നേരിട്ടാകുമ്പോഴേക്കും നമുക്ക് കുഴപ്പമില്ല, നേരിട്ടാകുമ്പോഴേക്കും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ വൈറ്റിലയിൽ പാലം വന്നിട്ടും റോഡ് പണിതിട്ടും ബ്ലോക്കും കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടില്ല. എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ടൈം ബ്ലോക്കാണ്. രാത്രി ഒരു 2 മണി 3 മണി ഒക്കെ ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ബ്ലോക്കിനൊരു കുറവുള്ളൂ. അല്ലാതെ ബാക്കി ടൈമിൽ ഫുള്ളും ഇപ്പോൾ ബ്ലോക്ക് തന്നെയാണ്. ചേട്ടായാലും നമുക്ക് കൈ തന്നെ ഉണ്ട് ഇവിടെ. സുൽത്താൻ ബസ്. ആൾക്കാരിങ്ങനെ നോട്ടീസ് ചെയ്യാനുണ്ട്, ഇങ്ങനെ ക്യാമറയായിട്ടാണ് നമ്മൾ നടക്കുന്ന ടൈമിൽ ബാക്കിയുള്ളവർ നോട്ടീസ് ചെയ്യാനുണ്ട്. അതൊക്കെ അറിയാം, യൂട്യൂബിനാണ്. നമ്മൾ ഫേമസ് ആയിട്ടില്ലാത്ത കാരണം, ഫേമസ് അല്ലാത്ത കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ അടുത്തിട്ട് ആൾക്കാരൊന്നും വരുന്നില്ല. എന്നെങ്കിലും ഒരു നാൾ നമ്മൾ ഫേമസ് ആവണം. എന്നെങ്കിലും ഒരു നാൾ നമ്മളിപ്പോൾ തിരിച്ച് നടക്കണതാണ്. നമുക്ക് വൈറ്റില ഹബ്ബിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ബസ് കയറാം. അവിടെ നിന്ന് ബസ് കയറി കഴിഞ്ഞിട്ട് പോകാം. ബാക്കിയുള്ളിടത്തൊന്നും ബസ് നിർത്താനായിട്ട് സാധ്യതയില്ല. പിന്നെ മെട്രോ ഉണ്ട്. മെട്രോയിൽ നമ്മളിപ്പോൾ പോകണില്ല. ബസ്സിൽ തന്നെ പോവാം. വേറെ ആവശ്യമില്ലാതെ കാശ് കളയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ക്യാമറയിൽ ചാർജ് തീരെ കുറവാണ്. ക്യാമറയിൽ ചാർജ് കുറവായ കാരണം നമുക്ക് അധികം നേരം റെക്കോർഡ് ചെയ്യാനും പറ്റില്ല. എന്തായാലും നാളെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ റെസ്യൂമ് കൊടുക്കും. നമ്മളതിൽ റെസ്യൂമ് ഇപ്പോൾ കയ്യിൽ ഓൾറെഡി ഉണ്ട്. 2 പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ കൊടുക്കണം. നാളെ നമുക്ക് രാവിലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എല്ലാവരും എടുക്കണുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നാളെ 1-ാം തീയതിയാണ്. നാളെ ചിലപ്പോൾ നമുക്ക് ലക്കുണ്ടെങ്കിൽ നമുക്ക് വർക്ക് കിട്ടും. നമ്മൾ വർക്കിന് പോകും. ബാക്കി ടൈമിൽ നമുക്ക് ഇതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്തായാലും വന്നത് വെറുതെ ആയില്ല. വന്നതൊന്നും വെറുതെ ആയിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയണ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് അതിൻ്റേതായ കുറേയുണ്ട്. അതനുസരിച്ച് നമ്മൾ നടക്കും. നമ്മൾ കൂടുതൽ റഷ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പൊന്നോ, വണ്ടികളൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പോകണം. പിടിച്ചിട്ടാണ് ബസ് കയറാതെ നമുക്ക് വീട്ടിട്ട് പോരും. പക്ഷേ ബ്ലോക്കിൻ്റെ ഇടയിൽ വണ്ടി നിർത്തില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നേരത്തെയൊക്കെ ആണെങ്കിൽ ബസ്സിൽ ചാടി കയറുമായിരുന്നു. പിന്നെ കംപ്ലീറ്റ്ലി നമ്മളെ ബസ്സൊക്കെ ലോക്ക് ചെയ്തിട്ടാണല്ലോ കൂടുതൽ ബസ്സും പോകണം. തുറന്നിടുന്നില്ല. ചാടി കയറാനായിട്ടുള്ള ചാൻസ് കുറവാണ്. നമ്മൾ നേരത്തെ ആളായിരുന്നെങ്കിൽ ചാടിക്ക് കയറി മാസ് കാണിക്കാൻ. അപ്പോൾ നമ്മൾ മാസ് കാണിക്കണ്ട. സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സേഫ്റ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൂടെ കണ്ടത്. വെറുതെ എന്തെങ്കിലും കാട്ടി എവിടെയെങ്കിലും പറഞ്ഞു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഓടാനായിട്ട് ആൾക്കാരുണ്ടാവില്ല. വെറുതെ കാശും പോവും, കുറേ നാൾ സമയവും പോവും. അപ്പോൾ നമ്മൾ മിഷൻ കണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കുള്ളത്.
പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങണുണ്ട്. വ്ളോഗിങ് അല്ല, ഡോക്യുമെൻ്ററി ക്രിയേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ആൾക്കാരൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂ പോലത്തെ പരിപാടികൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതേപോലത്തെ വർക്ക് റിലേറ്റഡാ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസോ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് നമുക്ക് ഓരോ ദിവസം ചെയ്യാം കേട്ടോ. മോസ്റ്റ്ലി രാത്രിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, രാത്രി ടൈമിൽ നമ്മൾ പുറത്തിറങ്ങി നമുക്ക് ചെയ്യാം. കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ലോഹ കാണാനായിട്ട് പോകണമെന്നും ആഗ്രഹമുണ്ട്. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോഹയ്ക്ക് പോവാം. റിവ്യൂ ഒക്കെ നമുക്ക് ഇതിലിടാം. എൻ്റെ ക്യാമറയിൽ 1% ചാർജാണുള്ളൂ കേട്ടോ. അതിന് ഓഫാവും. ബാക്കി എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ നാളെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ റെസ്യൂം കൊടുക്കാം. ഇവിടെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇവിടെ കയറും. അല്ലെങ്കിൽ നമുക്ക് കളമശ്ശേരിയിലുണ്ട്, കളമശ്ശേരി പോയിട്ട് അവിടെ നോക്കാം. ഓക്കെ.